ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാൻവാസ് ട്യൂട്ടോറിയലാണ്. നമ്മൾ അറബിക് കാലിഗ്രഫി എങ്ങനെയാണ് ക്യാൻവാസിൽ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്, അല്ലാതെ ഒരു പ്രോ ലെവലിലുള്ള ഒരു വീഡിയോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഡിസൈനൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ കവർ പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ടെക്സ്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ക്യാൻവാസാണ്, അത്ര വലുപ്പമുള്ള ക്യാൻവാസ് ഒന്നുമല്ല. ഇത് സ്ട്രെച്ചഡ് ക്യാൻവാസ് അല്ല, നോൺ സ്ട്രെച്ചഡ് ക്യാൻവാസാണ്. അതുപോലെ തന്നെ പ്രൈംഡ് ക്യാൻവാസും അല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് പ്രൈം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രൈം ചെയ്യാൻ തന്നെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഒന്നല്ലെങ്കിൽ പ്രൈമറി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗെസ്സോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരു 3 കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്താലും മതി. ഞാനിതിൽ 3ാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. അതായത് ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റ് നമ്മളൊരു 3 കോട്ട് അടിച്ചു കൊടുക്കണം. ആദ്യത്തെ കോട്ട് അടിച്ചതിന് ശേഷം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത കോട്ട് അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റേ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളറാണ്, അല്ലെങ്കിൽ ഫാബ്രിക്കേഡ് ഏതെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് രണ്ടുമാണ് ഈ വീഡിയോയിൽ മൊത്തം യൂസ് ചെയ്യുന്നത്. ഇത് ഓയിൽ പെയിൻറ്റിംഗ് അല്ല, ഇത് അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. പ്രൈം ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർഫസ് നല്ല സ്മൂത്തായി കിട്ടാനും, അതുപോലെ തന്നെ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എഴുതുമ്പോൾ ഒക്കെ നല്ല സ്മൂത്ത് സർഫസ് ഉണ്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പ്രൈം ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ക്യാമലിൻ്റെ ഒക്കെ പ്രൈമേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഗെസ്സോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ നെറ്റിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഗെസ്സോ നമുക്ക് ഫെവിക്കോളും അതുപോലെ തന്നെ പെയിൻറ്റും വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗെസ്സോയും പ്രൈമറൊക്കെ ആണെങ്കിൽ ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇതാവുമ്പോൾ നമുക്ക് 2-3 കോട്ട് അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത്രേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഉണങ്ങാൻ വെക്കണം എന്ന് പറഞ്ഞല്ലോ. അക്രിലിക് പെയിൻ്റ് ആയ കാരണം പെട്ടെന്ന് ഉണങ്ങും. ഓയിൽ പെയിൻ്റ് ആണെച്ചെങ്കിൽ ഉണങ്ങാൻ കുറേ നേരം എടുക്കും. അപ്പോൾ അക്രിലിക് പെയിൻറ്റ് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓയിൽ പെയിൻറ്റിങ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അത്യാവശ്യം നേരം എടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം മാത്രം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ കൊടുക്കാം. ഞാനിവിടെ പ്രൈം ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ തീമാണ്. ഒരു ഗോൾഡൻ ടച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഞാൻ താഴെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴ്ഭാഗം മാത്രമാണ് കളർ വരുന്നുള്ളൂ. മുകൾ ഭാഗത്തിൽ നമ്മൾ വൈറ്റിലാണ്, ബ്ലാക്ക് കൊണ്ടാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു നല്ല ഡാർക്ക് ഗ്രീൻ ഒരു ടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു വേവി മോഡലിലാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ട്രാൻസിഷനൊക്കെ കൊടുക്കുന്ന ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിന് വലിയ പേരുണ്ടോ എന്നൊക്കെ ഒന്നും അറിയില്ല. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് വേസിലും കൂടി അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും, എന്നാലാണ് ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇത് സ്ട്രെച്ചഡ് അല്ലാത്ത കാരണം കൊണ്ട് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് ഫ്രെയിം ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാറില്ല, സാധാരണ ഫ്രെയിം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രെച്ചഡ് ക്യാൻവാസ് അല്ലാത്തത് നമ്മൾ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാർണിഷ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ വാർണിഷ് അടിക്കാം എന്നേ ഉള്ളൂ കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഫ്രെയിം ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദെൻ ഞാൻ ആ ഗ്രീനിൻ്റെ മുകളിൽ ഒരു യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കിട്ടാനാണ്. ഇത് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കും, ഒരു സ്പോഞ്ച് വെച്ച് ജോയിൻ ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇളം പച്ച കളർ കിട്ടും. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിനും സിമ്പിളായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ട് ഞാനിത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നുണ്ട്. ആ ഭാഗം മിസ്സായി പോയി, ഒന്നുമില്ല, നമ്മൾ രണ്ടും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ കിട്ടും, ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കിട്ടും. അത് കഴിഞ്ഞ് താഴെ ഞാൻ ഒരു യെല്ലോ വെച്ചിട്ട് വീണ്ടും ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്പീഡാക്കി കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഈ സെയിം തന്നെ നിങ്ങൾ കോപ്പി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഞാൻ കൊടുക്കുന്നത് ഒരു ഗോൾഡൻ ടച്ചാണ് കൊടുക്കുന്നത്. അതും സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ലൈൻ ചെയ്യുന്നില്ല, 2 കോർണറിലും ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ എന്തായാലും കാണിക്കാത്ത എന്താണെന്ന് കാരണം വെച്ചാൽ നമ്മളൊന്നുമില്ല, നമ്മൾ ആദ്യം ബുക്കിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും. അതുപോലെ തന്നെ കുത്തിവര ഉണ്ടാവില്ല നമ്മുടെ ക്യാൻവാസിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡയറക്റ്റ്ലി വരയ്ക്കാനുള്ള ഇതുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി പെൻസിൽ കൊണ്ട് വരയ്ക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ്ലി പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണ് ചെയ്തത്. നോക്കിയിട്ട് ജസ്റ്റ് 2 ലൈന് ഔട്ടർ ലൈന് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ അധികം കുത്തിവരല്ലാതെ വരയ്ക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് പെൻസിലിൻ്റെ റബ്ബർ വെച്ചിട്ട്
സാധാ റബ്ബർ വെച്ചിട്ട് മായ്ക്കാൻ പറ്റും. അതിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. മായ്ക്കുമ്പോൾ അധികം ഉരക്കാതിരിക്കാൻ നോക്കുക. കാരണം ഉരച്ചുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ചിലപ്പോൾ ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരക്കാം കേട്ടോ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് ബിഗിനേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. അല്ലാതെ വലിയ ഒരു ആർട്ടൊന്നുമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ചെയ്തത്. ദെൻ ഞാൻ പിന്നെ ഈ കോമ്പിനേഷൻ, അതായത് ഒരു ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ കൊടുക്കാൻ കാരണം ഞാൻ ഇതുവരെ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിൽ തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾ ഈ കളറാണ് ചൂസ് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് കളറിൽ എഴുതാൻ, അതായത് ഡാർക്ക് ഗ്രീൻ തന്നെ ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിൽ ചൂസ് ചെയ്യാം. എന്തായാലും ബ്ലാക്കിൻ്റെ അത്ര ഭംഗി വേറെ കളറിനൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വർക്ക് ട്രൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെന്ന് വെച്ചെങ്കിൽ. അല്ലെച്ചെങ്കിൽ നിങ്ങൾ എൻ്റെ മെയിൽ ഐ ഡിയിൽ ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങളുടെ വർക്ക്സൊക്കെ ഒന്ന് അയച്ചു തരിക. അപ്പോൾ എനിക്ക് കാണാമല്ലോ നിങ്ങൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങൾ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തരിക കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക, അല്ലെച്ചെങ്കിൽ സ്റ്റോറി ഇടുക. സ്റ്റോറി ഇട്ടിട്ട് എന്നെ ടാഗ് ചെയ്താലും മതി. അപ്പോൾ എനിക്ക് കാണാമല്ലോ നിങ്ങളുടെ വർക്ക്സൊക്കെ. അതായാലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ട് വെച്ചെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കാലിഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടാറുള്ളത്. ഇൻഷാ അല്ലാ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇടാം. പക്ഷെ നമ്മുടെ കുറച്ച് പെൻഡിങ് വീഡിയോസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ. അപ്പോൾ പെൻഡിങ് വീഡിയോസൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആക്കുകയാണ് വെച്ചെങ്കിൽ ബാക്കി നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചും കൂടി പേർക്ക് എത്തട്ടെ വിചാരിച്ചിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിതിൽ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. വല്ലാണ്ട് ഓർണമെൻ്റൽ സിമ്പിൾസ് കുത്തി നിറച്ചിട്ടില്ല. അത്യാവശ്യം സിമ്പിളായിട്ട് ഒരു ചെയ്യുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നി ഈ ഡിസൈനിൽ. പോരാതെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈനാണ് കുറച്ചും കൂടി ഒരു കവറേജ് കൊടുത്തിട്ടുള്ളത്, നന്നായിട്ട് എടുത്ത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ എഴുതിയിട്ടുള്ള പോർഷൻസ് വളരെ ചെറുതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കിയിട്ട് എഴുതാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്തായാലും ഈ ഡിസൈൻ ഞാൻ വീട്ടിൽ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമൊക്കെ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. പോരാതെ തന്നെ ഈ കളർ കോമ്പിനേഷൻ, ബാക്ക്ഗ്രൗണ്ട് ഡിസൈനൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സ്പോഞ്ചും അതുപോലെ തന്നെ ബ്രഷൊക്കെ വെച്ചിട്ടൊരു കോമ്പിനേഷനായിട്ട് ഉള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പോഞ്ച് മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പോഞ്ച് നിങ്ങളുടെ കയ്യിലില്ലെച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ടും അങ്ങനത്തെ ഒരു എഫക്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ സ്പോഞ്ചിനാണ് കുറച്ചും കൂടി കവറേജ് തരാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ലെറ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഹറക്കത്തും തഷ്കിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഹറക്കത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്കിത് ഓൾറെഡി വായിക്കാൻ പറ്റും. കാരണം ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അറബിക് ലെറ്റേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില വേർഡ്സിനൊന്നും അവർ ഹറക്കത്ത് ഇടാതെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എനിവേ ഞാനിതിൽ ഹറക്കത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരാതെ തന്നെ ഞാനിവിടെ മീമിനും അതുപോലെ തന്നെ ഹായിനും തഷ്കീലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തഷ്കീലിനെ കുറിച്ചിട്ടും ഓർണമെൻ്റൽ സിമ്പിൾസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തതുകൊണ്ട് കാണുക. പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിൽ സെർച്ച് ചെയ്താൽ, ആ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കിട്ടും. ഫോർ എക്സാമ്പിൾ അറബിക് കാലിഗ്രഫി ട്യൂട്ടോറിയൽസ് വീഡിയോ അങ്ങനത്തെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നോക്കിയിട്ട് വെച്ചെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാ കാലിഗ്രഫി വീഡിയോസും അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നോക്കാനും പറ്റും. അപ്പോൾ ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫൈനൽ പാർട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റബ്ബർ കൊണ്ട് മായ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.